ഹായ്, ദിസ് ഈസ് അൾട്ടിമേറ്റ് മല്ലു ന്യൂ ട്രേഡർ. ഇപ്പോൾ സമയം കൃത്യം 11:43. അപ്പോൾ ഞാൻ നമ്മുടെ നിഫ്റ്റി വേഴ്സസ് ഗിഫ്റ്റ് നിഫ്റ്റി ചാർട്ടൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സംഗതി കണ്ടത്. നമ്മുടെ നിഫ്റ്റി 330 ആയപ്പോഴത്തേക്കിനും വൈൻഡപ്പ് ആയി. അതിന് ശേഷവും ഗിഫ്റ്റ് നിഫ്റ്റി മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള ഇൻക്രീസ്, അതായത് നമ്മുടെ ചേഞ്ച് ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നും, അതായത് ഈ ഒരു ക്യാൻഡിലിൽ നിന്നും ഏകദേശം കറൻ്റ്ലി മൂവ് ആയിരിക്കുന്നത് 0.55% ആണ്. അതായത് ഏകദേശം 143 പോയിൻ്റാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് കറൻ്റ്ലി. ഇപ്പോഴും ഹയർ ലോ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റി. ഇതിലൊരു ചേഞ്ച് ഓവർ എന്തായാലും ഉണ്ടാവും. അതായത് നമ്മൾ 9:30 ആകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ 9:15 ആകുമ്പോഴത്തേക്കിന് മാർക്കറ്റ് ഓപ്പണിംഗ് സിറ്റുവേഷനൊക്കെ ആകുമ്പോഴത്തേക്കിന് ഗിഫ്റ്റ് നിഫ്റ്റി ഇതിലും ഉയരാമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് സെനാരിയോയിലേക്ക് എത്തപ്പെടാം. ഇങ്ങനെ ഹൈ അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു ഗ്യാപ്പപ്പ്, ഒരു 100 പോയിൻ്റ് മേളിലുള്ള ഒരു ഗ്യാപ്പപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെ മേളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് അത് ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, നമ്മുടെ മാർക്കറ്റ് ഏറ്റവും വേഗത്തിൽ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ അതിനെ സഹായിക്കും. ഇപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്രയും അപ്പായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. ട്രംപ് മോദിയുമായിട്ടുള്ള ഒരു കോള് നടന്നിട്ടുണ്ട്. അത് മെയിൻലി ട്രേഡ് ഡീലിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എത്രയും വേഗം ഈ പറഞ്ഞ ട്രേഡ് ഡീല് നടക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ടാവാം മേ ബി ഈ പറയുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഇത്രയും പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വി ആർ എക്സ്പെക്ടിങ് സംതിങ് പോസിറ്റീവ് ടുമോറോ.